വിമാനം ഹൈജാക്ക് ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരിക? തോക്കുകൾ, ബോംബുകൾ, ഭീകരവാദികൾ, നിലവിളിക്കുന്ന യാത്രക്കാർ, ഇതൊക്കെയല്ലേ? എന്നാൽ ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും മാന്യനായ ഹൈജാക്കർ ആരാണെന്നറിയാമോ? അയാൾ ആരെയും ഉപദ്രവിച്ചില്ല, ബഹളമുണ്ടാക്കിയില്ല. വളരെ ശാന്തനായി വിമാനത്തിൽ കയറി. ഒരു ഗ്ലാസ് മദ്യം ഓർഡർ ചെയ്ത് കുടിച്ചു. എന്നിട്ട് $2,00,000 പണമായി വാങ്ങി. പറക്കുന്ന വിമാനത്തിൽ നിന്ന് രാത്രിയുടെ ഇരുട്ടിലേക്ക് കൊടും മഴയത്ത് ഒരു പാരച്യൂട്ടിൽ എടുത്തു ചാടി. അയാളുടെ പേര് DB കൂപ്പർ. അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ FBI കഴിഞ്ഞ 50 വർഷമായി അന്വേഷിച്ചിട്ടും ഈ മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പണം കിട്ടിയോ? അയാൾ മരിച്ചോ? അതോ പണം അയാൾ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടോ? ഇന്നും ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഇന്ന് ടോക്കത്രോണിക്സ് നമ്മൾ DB കൂപ്പറിന്റെ രഹസ്യം ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കുന്നത് 1971 നവംബർ 24-നാണ്. അമേരിക്കയിലെ പോർട്ട്ലാൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട്. പിറ്റേന്ന് താങ്ക്സ്ഗിവിംഗ് അവധിയായതുകൊണ്ട് എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട്. ഉച്ചയ്ക്ക് 2 മണി. കറുത്ത സ്യൂട്ടും വൈറ്റ് ഷർട്ടും കറുത്ത ടൈയും ധരിച്ച് ഏകദേശം 45 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ കൗണ്ടറിൽ വന്നു. പോർട്ട്ലാൻഡിൽ നിന്നും സിയാറ്റിലേക്കുള്ള ഫ്ലൈറ്റ് നമ്പർ 305-ലേക്ക് ഒരു വൺ വേ ടിക്കറ്റ് അയാൾ വാങ്ങി. ടിക്കറ്റിൽ അയാൾ നൽകിയ പേര് ഡാൻ കൂപ്പർ എന്നായിരുന്നു. അന്ന് എയർപോർട്ടിൽ ഇന്നത്തെ പോലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. വിമാനത്തിൽ കയറിയ കൂപ്പർ നേരെ പോയത് 18C എന്ന സീറ്റിലേക്കാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അയാൾ എയർ ഹോസ്റ്റസായ ഫ്ലോറൻസ് ഷാഫ്നറെ വിളിച്ചു. ഒരു ബർബൻ മദ്യവും ഓർഡർ ചെയ്തു. മദ്യം കൊണ്ടുവന്ന ഫ്ലോറൻസിന്റെ കയ്യിലേക്ക് അയാൾ ചെറിയ കടലാസ് കഷ്ണം വെച്ചു കൊടുത്തു. അവൾ വിചാരിച്ചത് തന്നെ ഫ്രിഡ്ജ് വേണ്ടി അയാൾ ഫോൺ നമ്പർ നൽകിയെന്നാണ്. അവൾ ആ കടലാസ് വായിക്കാതെ പോക്കറ്റിൽ വെച്ചു. ഇത് കണ്ട കൂപ്പർ അല്പം മുന്നോട്ട് ആഞ്ഞ് വളരെ പതുക്കെ അവളോട് പറഞ്ഞു, മിസ്, യു ഷുഡ് ബെറ്റർ ലുക്ക് അറ്റ് ദാറ്റ് നോട്ട്. ഐ ഹാവ് എ ബോംബ്. ആ പേപ്പർ വളരെ വ്യക്തമായി എഴുതിയിരുന്നു. എൻ്റെ ബ്രീഫ് കേസിൽ ഒരു ബോംബുണ്ട്. ആവശ്യമെങ്കിൽ ഞാനത് ഉപയോഗിക്കും. കൂപ്പർ ബ്രീഫ് കേസ് തുറന്നപ്പോൾ 8 ചുവന്ന സിലിണ്ടറുകളും വലിയൊരു ബാറ്ററിയും അതിലുണ്ടായിരുന്നു. ഒരു കൃത്യമായ ഡൈനാമൈറ്റ് ബോംബ് തന്നെയായിരുന്നു. വിവരം അറിഞ്ഞ് ക്യാപ്റ്റൻ വില്യം സ്കോട്ട് ഉടൻ തന്നെ സിയാറ്റിൽ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടു. കൂപ്പറിന്റെ ഡിമാൻഡുകൾ വളരെ കൃത്യമായിരുന്നു. 1, $2,00,000 പണമായി വേണം. 2, 4 പാരച്യൂട്ടുകൾ വേണം. 3, വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഇന്ധനം നിറയ്ക്കാൻ ഒരു ഫ്യൂവൽ ട്രക്ക് റെഡിയായി നിൽക്കണം. ഇത് കിട്ടിയാൽ യാത്രക്കാരെ മുഴുവൻ വിട്ടയക്കാമെന്ന് അയാൾ വാക്കു നൽകി. വെറും 30 മിനിറ്റ് കൊണ്ട് സിയാറ്റിലെത്തേണ്ട വിമാനം ഏകദേശം 2 മണിക്കൂറോളം സിയാറ്റിലിന് മുകളിൽ വട്ടമിട്ട് കറങ്ങി. യാത്രക്കാരോട് പറഞ്ഞത് മെക്കാനിക്കൽ തകരാറാണെന്നാണ്. വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നത് 36 യാത്രക്കാരായിരുന്നു. അവർ ആരും വിമാനം ഹൈജാക്ക് ചെയ്ത കാര്യം അറിഞ്ഞിരുന്നില്ല. താഴെ FBI പാരച്യൂട്ടും പണവും റെഡിയാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. $20 10,000 നോട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാ നോട്ടിൻ്റെ സീരിയൽ നമ്പറുകൾ FBI ഒരു മൈക്രോഫിൽമിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ഭാവിയിൽ ഈ നോട്ടുകൾ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാനായിരുന്നു ഈ കാര്യം ചെയ്തത്. കൂപ്പർ എന്തിനാണ് 4 പാരച്യൂട്ടുകൾ ചോദിച്ചത്? 4 എണ്ണം ചോദിച്ചപ്പോൾ വിമാനത്തിലുള്ള ഏതെങ്കിലും യാത്രക്കാരെയോ ക്രൂവിനെയോ കൂപ്പർ തന്നോടൊപ്പം ചാടാൻ നിർബന്ധിക്കുമോ എന്ന് FBI ഭയന്നു. അതുകൊണ്ട് അവർക്ക് 100% വർക്ക് ചെയ്യുന്ന പാരച്യൂട്ടുകൾ തന്നെ നൽകേണ്ടി വന്നു. അങ്ങനെ വൈകുന്നേരം 5:39 പണവും പാരച്യൂട്ടും എയർപോർട്ടിൽ എത്തിയെന്ന് ഉറപ്പാക്കിയ ശേഷം കൂപ്പർ വിമാനം ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചു. വിമാനം ലാൻഡ് ചെയ്തു. വാക്ക് പാലിച്ചുകൊണ്ട് കൂപ്പർ മുഴുവൻ യാത്രക്കാരെയും വിട്ടയച്ചു. പകരമായി അയാൾക്ക് പണവും പാരച്യൂട്ടും ലഭിച്ചു. എന്നാൽ അയാൾ 4 പേർ വിമാനത്തിൽ പിടിച്ചു വെച്ചു. ക്യാപ്റ്റൻ സ്കോട്ട്, ഫസ്റ്റ് ഓഫീസർ, ഫ്ലൈറ്റ് എഞ്ചിനീയർ, പിന്നെ ടീന മക്ലോ എന്ന എയർ ഹോസ്റ്റസിനെയും. ഇനിയാണ് കൂപ്പർ തന്റെ ഇമ്പോസിബിൾ പ്ലാൻ പുറത്തെടുക്കുന്നത്. കൂപ്പർ ക്യാപ്റ്റനോട് മെക്സിക്കോ സിറ്റിയിലേക്ക് പറക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കൂപ്പർ വെച്ച കണ്ടീഷനുകൾ കേട്ട് പൈലറ്റുമാർ ശരിക്കും ഞെട്ടി. 1, വിമാനം 10,000 അടിക്ക് മുകളിൽ പറക്കാൻ പാടില്ല. 2, വിമാനത്തിന്റെ സ്പീഡ് പരമാവധി 250 km/h ആയി കുറയ്ക്കണം. 3, വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകൾ താഴ്ത്തിയിടണം. ഫ്ലാപ്പുകൾ 15 ഡിഗ്രിയിൽ വെക്കണം. 4, ഏറ്റവും പ്രധാനം, കീപ് ദ ക്യാബിൻ അൺപ്രഷറൈസ്ഡ്. ഇതൊരു സാധാരണക്കാരൻ അറിയാവുന്ന കാര്യങ്ങളല്ല. ഒരു ഏവിയേഷൻ എക്സ്പേർട്ടിന് മാത്രമേ വിമാനത്തിന്റെ ഈ സെറ്റിംഗ്സിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊക്കെ പുറമെ കൂപ്പർ വിമാനത്തിന്റെ പിന്നിലെ വാതിൽ തുറന്നിട്ട് പറക്കാൻ ആവശ്യപ്പെട്ടു. ബോയിങ് 727 മാത്രമേ ആ കാലത്ത് പിന്നിലെ വാതിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും കുറഞ്ഞ സ്പീഡിലും പൊക്കത്തിലും മെക്സിക്കോ വരെ പോകാനുള്ള ഇന്ധനം വിമാനത്തിൽ ഇല്ലാത്തത് കൊണ്ട് വഴിയിൽ നെവാഡയിലെ റെനോയിൽ ഇറങ്ങി ഇന്ധനം നിറയ്ക്കാൻ അവർ തീരുമാനിച്ചു. രാത്രി 7:40 ഫ്ലൈറ്റ് 305 വീണ്ടും പറന്നുയർന്നു. ടേക്ക് ഓഫിന് ശേഷം കൂപ്പർ ടീന മക്കളോട് കോക്പിറ്റിലേക്ക് പോകാനും ഡോർ അടയ്ക്കാനും ആവശ്യപ്പെട്ടു. പോകുന്നതിന് മുൻപ് ടീന കണ്ടത് കൂപ്പർ തന്റെ അരയിൽ പണം വെച്ച് കെട്ടുന്നതാണ്. രാത്രി ഏകദേശം 8 മണിയോടെ കോക്പിറ്റിൽ ഒരു വാണിംഗ് ബെല്ല് തെളിഞ്ഞു. വിമാനത്തിന്റെ പിന്നിലെ വാതിൽ ആരോ തുറന്നിരിക്കുന്നു. പിന്നാലെ ക്യാബിനിലെ പ്രഷർ മാറുന്നതായി പൈലറ്റിന് മനസ്സിലായി.
ക്യാപ്റ്റൻ ഇന്റർകോമിലൂടെ ചോദിച്ചു. കൂപ്പർ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? സ്പീക്കറിലൂടെ കൂപ്പറിന്റെ അവസാന ശബ്ദം കേട്ടു. നോ. കൃത്യം 8:13 വിമാനത്തിന്റെ വാൽഭാഗം ഒന്ന് മുകളിലേക്ക് ഉയർന്നു. അതിനർത്ഥം വിമാനത്തിൽ നിന്നും ഒരു ഭാരം താഴേക്ക് പോയി എന്നാണ്. അതെ, 10,000 അടി ഉയരത്തിൽ നിന്നും കൊടും തണുപ്പിൽ കാറ്റും മഴയുമുള്ള രാത്രിയിൽ -7 ഡിഗ്രി തണുപ്പിലേക്ക് DB കൂപ്പർ എടുത്തു ചാടി. ഒരു സാധാരണ സ്യൂട്ടും ലോഫർ ഷൂസും മാത്രമായിരുന്നു അയാളുടെ വേഷം. വിമാനത്തിന് പിന്നാലെ അമേരിക്കൻ എയർഫോഴ്സിന്റെ 2 ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മഴയും ഇരുട്ടും കാരണം അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. രാത്രി 10:15 വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്തപ്പോൾ പോലീസ് മുഴുവൻ വിമാനം വളഞ്ഞു. അകത്ത് കയറി നോക്കിയപ്പോൾ കൂപ്പർ ഇല്ല. അവിടെ ഉണ്ടായിരുന്നത് അയാളുടെ കറുത്ത ടൈ, 8 സിഗരറ്റ് കുറ്റികൾ, പിന്നെ 2 പാരച്യൂട്ടുകളും മാത്രം. പിന്നീട് ലോകം കണ്ടത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സെർച്ചുകളിൽ ഒന്നാണ്, ഓപ്പറേഷൻ നോർജാക്ക്. കൂപ്പർ ചാടിയ സമയം വെച്ച് അയാൾ എവിടെ വീണ് കാണുമെന്ന് FBI കാൽക്കുലേറ്റ് ചെയ്തു. വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ ഏരിയൽ എന്ന സ്ഥലത്തെ കൊടുങ്കാട്ടിലാണ് തിരച്ചിൽ നടന്നത്. ഹെലികോപ്റ്ററുകളും നായകളും സബ്മറൈനുകളും വരെ ഉപയോഗിച്ച് ആഴ്ചകളോളം അവർ തിരഞ്ഞു. ഒരു മനുഷ്യന് ആ കാലാവസ്ഥയിൽ ആ കാട്ടിൽ ജീവനോടിരിക്കാൻ കഴിയില്ലെന്ന് FBI വിശ്വസിച്ചു. പക്ഷെ കൂപ്പർ അപ്രത്യക്ഷനായി. കേസ് അവസാനിച്ചെന്ന് കരുതിയ സമയത്താണ് 1980 ഫെബ്രുവരിയിൽ അടുത്ത ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ബ്രയാൻ ഇൻഗ്രാം എന്ന 8 വയസ്സുകാരൻ കൊളംബിയ നദീതീരത്ത് കുടുംബത്തോടൊപ്പം ക്യാമ്പ് ചെയ്യുകയായിരുന്നു. കളിക്കാൻ വേണ്ടി മണൽ കുടിച്ചപ്പോൾ അവന് 3 കെട്ട് പണം കിട്ടി. അഴുകി തുടങ്ങിയ $20 നോട്ടുകൾ, മൊത്തം $5,800. ആ നോട്ടുകളുടെ സീരിയൽ നമ്പർ FBI ചെക്ക് ചെയ്തു. അതെ, അത് DB കൂപ്പറിന് കൊടുത്ത അതേ നോട്ടുകളായിരുന്നു. 9 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കൂപ്പറിന്റെ ഒരു തെളിവ് പുറത്തു വരുന്നു. ആരായിരിക്കാം DB കൂപ്പർ? FBI ആയിരക്കണക്കിന് ആളുകളെ സംശയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 3 പേർ ഇവരായിരുന്നു. ഒന്ന് റിച്ചാർഡ് മെക്കോയ്. കൂപ്പർ സംഭവം നടന്ന് 5 മാസങ്ങൾക്ക് ശേഷം ഇയാൾ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുകയും അതിലെടുത്ത് ചാടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ മുഖത്തിന് സ്കെച്ചുമായി സാമ്യമില്ലായിരുന്നു. 2 കെനത്ത് ക്രിസ്റ്റ്യൻസൺ. മുൻപ് നോർത്ത് വെസ്റ്റ് എയർലൈൻസിൽ ജോലി ചെയ്തിരുന്ന പാരാട്രൂപ്പർ. മരണക്കിടക്കയിൽ വെച്ച് തന്റെ സഹോദരനോട് എനിക്ക് നിന്നോട് ഒരു വലിയ രഹസ്യം പറയാനുണ്ടെന്ന് ഇയാൾ പറഞ്ഞെങ്കിലും അത് മുഴുവനാക്കും മുമ്പ് മരിച്ചുപോയി. 3 റോബർട്ട് റാക്സ്ട്രോ. അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് മുൻ ഉദ്യോഗസ്ഥൻ. ഇയാളുടെ മുഖത്തിന് സ്കെച്ചുമായി വലിയ സാമ്യമുണ്ടായിരുന്നു. എന്നാൽ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഇയാളെയും വെറുതെ വിട്ടു. 2001 കൂപ്പർ ഉപയോഗിച്ച ടൈയിൽ നിന്നും FBI 3 പേരുടെ DNA കണ്ടെത്തി. എന്നാൽ ആരുടേതുമായി മാച്ച് ആയില്ല. അവസാനം 45 വർഷത്തെ അന്വേഷണത്തിന് ശേഷം FBI 2016 DB കൂപ്പറിന്റെ കേസ് ഒഫീഷ്യലി ക്ലോസ് ചെയ്തു. DB കൂപ്പർ ഒരു ബുദ്ധിമാനായ ക്രിമിനൽ ആയിരുന്നോ? ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അബൈ സൈനിങ് ഓഫ്.